ഇത് നിർമ്മല, രാമദാസ് വൈദ്യരുടെ ഭാര്യ. പുറം ലോകത്ത് ചിരിയും ചിന്തയുമായി കഴിയുമ്പോഴും വീടിനകത്തും രാമദാസ് വൈദ്യർ ചിരിയുടെ മാലപ്പടക്കം പൊട്ടിച്ചിരുന്നു. അമ്മയോടും ഭാര്യയോടും മക്കളോടും തികഞ്ഞ ചിരിക്കുടുക്കിയായി വീടിനുള്ളിൽ സജീവ സാന്നിധ്യം സൃഷ്ടിച്ചിരുന്നു. വീടിനകത്ത് എന്നും സദാ പുഞ്ചിരിയോടും എല്ലാം ഒരു പരിഹാസത്തോടെയും കളിയാക്കിക്കൊണ്ടും കഴിഞ്ഞ ഭർത്താവിനെ നിർമ്മല ഓർക്കുന്നത് ഇങ്ങനെയാണ്. രാമദാസ് വൈദ്യരെ എപ്പോഴാണ് കണ്ടത്? വീട്ടിൽ വന്നപ്പം കണ്ടതാണ്. ആ, ഏതാ വർഷം? 65 ഡിസംബർ അവസാനം. ഡിസംബർ അവസാനം. നിങ്ങൾ പഠിക്കുന്നുണ്ടായിരുന്നു? ഇല്ല, ഞാൻ 10th വരെ പഠിച്ചിട്ടുള്ളൂ. ആ, ഫസ്റ്റ് കണ്ടപ്പോൾ എന്താ പറഞ്ഞത്? ഇല്ല, വർത്തമാനമൊന്നും അങ്ങനെ പറഞ്ഞില്ല. എല്ലാവരും ഓരോ ഫ്രണ്ട്സുകളും എല്ലാവരും കൂടി വന്നിട്ട് അവിടുന്ന് ചായ കുടിച്ചപ്പോൾ തന്നെ പോയിരുന്നു. അച്ഛനോട് അമ്മനോടൊക്കെ വർത്തമാനം. രാമദാസ് വൈദ്യർ ആദ്യം കണ്ടപ്പോൾ ഇഷ്ടമായോ? അല്ല, എങ്ങനെയായിരുന്നു പ്രകൃതി? വളരെ ചുറുചുറുക്കുള്ള ഒരു ആളായിരുന്നു അല്ലേ, തോന്നി? ആ, അതെ. പിന്നെ കല്യാണത്തിന് ശേഷം എങ്ങനെ വൈദ്യര് വീട്ടിൽ നല്ല തമാശക്കാരനായിരുന്നു? ഓ, ഭയങ്കര. അമ്മയും അമ്മൻ്റെ അനിയത്തിയൊക്കെ ഉണ്ടാവും. എല്ലാവരും കൂടി രാത്രി ഭയങ്കര വർത്താനവും ചിരിയും കളിയും, നല്ല തമാശ. പിന്നെ ദേഷ്യം എപ്പോഴും ഇങ്ങനെ പൊതുവെ ജീവിതത്തിൽ എല്ലാവർക്കും ദേഷ്യം ഉണ്ടാവുമല്ലോ? ദേഷ്യം ഉണ്ടാവും, പക്ഷെ എപ്പോഴൊന്നും ദേഷ്യം കാണിക്കില്ല. എന്ത് തമാശയാക്കിയിട്ട് എന്താണ് പറയാറ് സാധാരണ? തമാശ എല്ലാവരോടും ഒരു കളിയാക്കിയിട്ടൊക്കെ അങ്ങനെ പറയും. നിങ്ങൾ കളിയാക്കാറുണ്ടോ? ഇല്ല. ഇവിടെ സഹായത്തിന് വരുന്ന ഒരു പെണ്ണുങ്ങളുണ്ട്, അമ്മക്കുട്ടിയമ്മ പറയും. അവരോട് പറയും, അമ്മമ്മ ഞങ്ങള് മരുള് വന്നാൽ ചിരിക്കണം. അപ്പോൾ ഇങ്ങനൊക്കെ ഓരോ തമാശകളൊക്കെ പറയും. അമ്മമ്മയോട് മരുള് പറഞ്ഞാൽ ചിരിക്കണം. ശരി. എപ്പോഴും തമാശ. അമ്മയോട് എന്തൊക്കെയാ തമാശ പറഞ്ഞുകൊണ്ടിരുന്നത്? ഞങ്ങളെല്ലാരും കൂടി ഇരുന്നിട്ടാ വർത്താനം പറയാം. അപ്പൊ അങ്ങനെ ഓരോ തമാശകളൊക്കെ പറയും. അമ്മയൊക്കെ ഉണ്ടാവും. അമ്മയും ഒരു തമാശയായിട്ട്. അമ്മ എല്ലാരും ഭയങ്കര സ്നേഹത്തില. അല്ല, അദ്ദേഹം സങ്കടപ്പെട്ട് കണ്ടിരുന്നോ? ഇല്ല, അങ്ങനെ അധികം ഇല്ല. ഈ സുഹൃത്തുക്കളൊക്കെ അങ്ങോട്ട് വരായിരുന്നു? വലിയ വലിയ സിനിമാടന്മാര്, സാഹിത്യകാരന്മാര്, എല്ലാരും ഒന്നും വരാറില്ല. എല്ലാം ലോഡ്ജിലാ. എല്ലാവരും ലോഡ്ജിലാ വരിക. ഇവിടെ ഭക്ഷണം കഴിക്കാനൊക്കെ രാത്രി ഒരു പ്രാവശ്യം മലയാറ്റൂർ രാമകൃഷ്ണൻ, പിന്നെ കാക്കനാട് അനിയുണ്ട്, തമ്പി, ഇവരൊക്കെ വരലുണ്ട്. ഈ ലോഡ്ജില് ഇവരുടെ എല്ലാം സൗഹൃദ സംഘടന കഴിഞ്ഞ് വളരെ ലേറ്റ് ആവും വരാൻ വേണ്ടി വീട്ടില്? ലേറ്റ് ആവും, 12 മണിയാവും അല്ലേ? മക്കള് എങ്ങനെ? മക്കളോടും ഇതേ നിലപാട് തന്നെയായിരുന്നു? എങ്ങനെയായിരുന്നു? മക്കളോടും ഭയങ്കര സ്നേഹത്തിൽ തന്നെ. രാമദാസ് വൈദ്യരുടെ ഒരു കൗതുകം, ഒരു കുസൃതി ഉണ്ടായിരുന്നത് ഭാര്യമാർക്ക് പെൻഷൻ കൊടുക്കണം എന്നുള്ളതാണ്. പെൻഷൻ കിട്ടിയിരുന്നോ? അതെങ്ങനെയായിരുന്നു? എങ്ങനെയായിരുന്നു അത്? ആ പെൻഷന്റെ പോസ്റ്റ് ഓഫീസിൽ ഇട്ടതാ. എനിക്ക് ഇഷ്ടമുള്ളപ്പോ വാങ്ങാം. മാസത്തിൽ എത്ര രൂപ? 1000 അല്ലേ? അത് ആദ്യമായിട്ട് തന്നത് അമ്മക്കാണോ? ആദ്യമായിട്ടല്ലേ? തരുമ്പോ എന്താ പറഞ്ഞത്? അല്ല, നീ ഇങ്ങനെ സേവിക്കുന്നതല്ല, എനക്ക് എന്തെങ്കിലും തരണ്ടേ, അതിൻ്റെ പൈസ തമാശക്കൂടിയാട്ടോ, ചിരിച്ചുകൊണ്ടൊക്കെ. പക്ഷെ അത് സത്യമാക്കി അല്ലേ? കുസൃതികളൊക്കെ വായിക്കുമ്പോഴും കാണുമ്പോഴും അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു അതിനെപ്പറ്റി? അപ്പൊ ചിരിക്കും എല്ലാം പറഞ്ഞാൽ എന്നോട് അങ്ങനെ ഒക്കെ ചിരിക്കറിയാം. അങ്ങനെ ഒക്കെ ഇതൊക്കെ എനിക്ക് മനസ്സിലാവും എന്നറിയാം.
ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ആൾക്കാർ വരുമ്പോൾ അവരോടൊക്കെ ഇങ്ങനെ വർത്താനം പറയും. ഈ അവസാന കാലഘട്ടത്തിൽ അസുഖം എന്തായിരുന്നു? ഈ ബ്രോങ്കൈറ്റിസിന്റെ ശ്വാസം മുട്ടലായിരുന്നു. കഫം കെട്ടിയിട്ട് ഒരു ശ്വാസം കിട്ടാതെ ഇങ്ങനെ പനിയുണ്ട്, നേരിയ പനിയുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയത് നാഷണലിൽ. അവിടെ ഇവിടുന്ന് അപ്പോഴേക്കും ആരോ ഒന്ന് ഫോൺ ചെയ്തും പറഞ്ഞ് എനിക്ക് വലിയ സൂക്കടൊന്നുമില്ല, ഞാൻ വരും, വന്നിട്ട് നിങ്ങളെ കാര്യമൊക്കെ ശരിയാക്കി തരാം. അപ്പോൾ 25 കൊല്ലമായി മരിച്ചിട്ട്. അപ്പോൾ എന്തെങ്കിലും സ്വപ്നത്തിൽ അവരുടെ കണ്ടിരുന്നോ ഇങ്ങനെ വരുന്നതായിട്ട്? 2 പ്രാവശ്യം ഞാൻ എപ്പോഴും സ്വപ്നത്തിലൊന്നും കാണില്ല. എപ്പോഴെങ്കിലും ഈ ശാർദൊക്കെ എടുക്കുമ്പോൾ ഒന്ന് കാണുന്ന വരുന്ന കണ്ടിട്ട് എന്താ പറയാറ്? ഇല്ല, ഇങ്ങനെ നടന്നു വരുന്ന അപ്പോഴും ഉണരുമ്പോഴേക്കും അത് പോവും.